ജമ്മു കശ്മീരിൽ കുതിപ്പ് തുടർന്ന നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച് കൂറ്റൻ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം കാഴ്ചവെക്കുന്നത്. നിലവിൽ 50ഓളം സീറ്റുകളിലാണ് സഖ്യം ലീഡ് ചെയ്യുന്നത്. 23ഇടത്താണ് ബിജെപിയുടെ മുന്നേറ്റം. PDP 4 സീറ്റുകളിലും മറ്റുള്ളവർ 12 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. മാന്ത്രിക സംഖ്യ തൊട്ടെങ്കിലും സംസ്ഥാനത്ത് പല അട്ടിമറികളും പ്രവചിക്കപ്പെടുന്നുണ്ട്. ഏതുവിധേനയും അധികാരം പിടിക്കാൻ 2014 സമാനമായ കളികൾ BJP പുറത്തെടുക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ PDPയുടെയും സ്വതന്ത്രരുടെയും പിന്തുണ നേടാനുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് PDPയുമായി സഖ്യത്തിനില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ നിലപാട് മാറ്റിയതും ശ്രദ്ധേയമായി. സഖ്യം ആവശ്യമില്ലെങ്കിലും PDP പിന്തുണയ്ക്കാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതിനെ തള്ളുന്നതായിരുന്നു ഒമർ അബ്ദുള്ളയുടെ നിലപാട്. ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് പ്രാധാന്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് വോട്ടെണ്ണൽ പുരോഗമിക്കവേ സഖ്യം സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ആരുമായും അകൽച്ചയില്ലെന്ന നിലപാടാണ് ഒമർ പങ്കുവച്ചത്. അതേസമയം സഖ്യം സംബന്ധിച്ച് PDPയും മനസ്സ് തുറന്നിട്ടില്ല. ഫലം വരട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. അതിനിടെ സംസ്ഥാനത്ത് 5 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരത്തിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ജനവിധിക്ക് തുരങ്കം വെക്കുന്നതാണ് ഗവർണർക്കുള്ള അധികാരമെന്നും നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നുമാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. 2 സ്ത്രീകൾ, 2 കശ്മീരി പണ്ഡിറ്റുകൾ, പാക് അധീന കശ്മീരിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരാൾ എന്നിങ്ങനെ 5 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമാണ് ഗവർണർക്കുള്ളത്. ജമ്മു കശ്മീരിൽ 2014 അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു BJP പ്രതീക്ഷിച്ചത്. ജമ്മുവിൽ കൂറ്റൻ വിജയം നേടി കശ്മീരിൽ സ്വതന്ത്രരുടെയും ചെറു പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കി ഭരണം പിടിക്കാമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ BJPയുടെ കണക്കുകൂട്ടലുകൾ പാടെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഫലം എന്ന് തന്നെ പറയാം. അതേസമയം ഹരിയാനയിൽ 3ാം തവണയും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് BJP. എന്നാൽ 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഹരിയാനയിൽ 2014 തിരഞ്ഞെടുപ്പിൽ 76.54% പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്നത്തെ എക്സിറ്റ് പോൾ സർവേയിൽ ഭൂരിഭാഗം പേരും BJP വിജയിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. ആ വർഷം ഇന്ത്യ TV, സി വോട്ടർ, ABP ന്യൂസ്, നീൽസൺ, ടൈംസ് നൗ, ന്യൂസ് 24, ചാണക്യ എന്നീ എക്സിറ്റ് പോളുകൾ 37 മുതൽ 52 വരെ സീറ്റുകൾ വരെ BJPക്ക് പ്രവചിച്ചു. ഫലം വന്നപ്പോൾ 90 അംഗ നിയമസഭയിൽ 47 സീറ്റുകൾ നേടി BJP അധികാരം പിടിച്ചു. 2019 BJPക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും BJPക്ക് മുൻ തിരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാനായില്ല. 40 സീറ്റുകൾ നേടിയ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. ജനനായക് ജനതാ പാർട്ടിയുമായും 7 സ്വതന്ത്ര MLAമാരുമായും സഖ്യമുണ്ടാക്കിയാണ് പാർട്ടിയെന്ന് സർക്കാർ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിന്റെ പ്രവചനം തെറ്റില്ലെന്ന് ഉറപ്പിക്കാം.